സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ ചർച്ചയായി നിൽക്കുന്ന വിഷയമാണ് ആം ആദ്മി പാർട്ടി രാജ്യസഭാ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും രാഘവ് ചദ്ദ എംപിയെ മാറ്റിയ വാർത്ത. പാർട്ടിയിലുണ്ടായ ഈ സ്ഥാനമാറ്റത്തെ ചൊല്ലി നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്ക് അകത്തും പുറത്തും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. രാഘവിന്റെ സ്ഥാനമാറ്റത്തിന് തൊട്ടു പിന്നാലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള MP ആയ അശോക് മിത്തലിനെ പുതിയ ഡെപ്യൂട്ടി ലീഡറായി പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് AAP നേതൃത്വം രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് കത്ത് നൽകി. പാർട്ടി കോട്ടയിൽ സഭയിൽ സംസാരിക്കാനുള്ള സമയം ഇനി മുതൽ രാഘവിന് അനുവദിക്കരുത് എന്ന് കത്തിൽ ആവശ്യപ്പെട്ടതായാണ് വിവരം. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനായിരുന്ന രാഘവ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നേതൃത്വവുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നിർണായക നടപടി പാർട്ടി സ്വീകരിച്ചത്. മദ്യനയക്കേസിൽ കെജ്രിവാളും മനീഷ് സിസോദിയും കുറ്റവിമുക്തരായപ്പോൾ നടന്ന പാർട്ടി പരിപാടികളിൽ നിന്നും രാഘവ് വിട്ടുനിന്നത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. അടുത്തിടെ നടന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള AAPയുടെ താരപ്രചാരകരുടെ പാർട്ടിയിൽ നിന്നും രാഘവിന്റെ പേര് ഒഴിവാക്കിയിരുന്നു. NDA ഭരണത്തിലുള്ള മഹാരാഷ്ട്രയിലെ മുംബൈ വിമാനത്താവളത്തിലെ കുറഞ്ഞ നിരക്കുള്ള ഉഡാൻ യാത്രി കഫേ പുകഴ്ത്തി രാഘവ് 3 ദിവസം മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. വിമാനത്താവളങ്ങളിലും മിതമായ നിരക്കിൽ ഭക്ഷണം സാധ്യമാണ് എന്നതിന് തെളിവാണിത് എന്നായിരുന്നു രാഘവിന്റെ പരാമർശം. BJP സർക്കാരിന്റെ ഈ പദ്ധതിയെ പരസ്യമായി അഭിനന്ദിച്ചതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പാണ് രാഘവിന് തിരിച്ചടിയായത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ആം ആദ്മി പാർട്ടിയുടെ പ്രധാന വിഷയങ്ങളിൽ അദ്ദേഹം മൗനം പാലിച്ചെന്നാണ് പ്രധാന ആരോപണം. അസാമിലെ പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും അദ്ദേഹത്തെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. അതേസമയം രാഘവിനെ പാർട്ടിയിൽ നിന്നും ഉടൻ പുറത്താക്കാൻ AAPക്ക് പദ്ധതിയില്ല എന്നാണ് സൂചന. പുറത്താക്കുന്നത് അദ്ദേഹത്തിന് രക്തസാക്ഷി പരിവേഷം നൽകാൻ ഇടയാക്കുമെന്നതിനാൽ പദവികളിൽ നിന്നും നീക്കി ഒതുക്കി നിർത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. 2022 രാജ്യസഭയിലെത്തിയ രാഘവിന് 2 വർഷം കൂടി കാലാവധി ബാക്കിയുണ്ട്. AAPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ രാഘവ് പാർട്ടിയുടെ ദേശീയ വക്താവ്, ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി സ്ഥാപകനായ അശോക് മിത്തൽ 2022 AAP ടിക്കറ്റിൽ രാജ്യസഭയിലെത്തിയത്. പഞ്ചാബിൽ നിന്നുള്ള 7 പേരും ദില്ലിയിൽ നിന്നുള്ള 3 പേരും ഉൾപ്പെടെ പാർട്ടിക്ക് നിലവിൽ രാജ്യസഭയിൽ 10 അംഗങ്ങളാണ് ഉള്ളത്. പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭ MP ആയ രാഘവ് ആം ആദ്മി പാർട്ടിയുടെ തുടക്കം മുതൽ തന്നെ പാർട്ടിയിൽ സജീവമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു മൊബൈൽ ഉപഭോക്താക്കളെ പിഴിഞ്ഞിരുന്ന ടെലികോം കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് തന്ത്രത്തിന് പൂട്ടുവീണു എന്ന വാർത്ത. ഇനി മുതൽ നിർബന്ധമായി 30 ദിവസത്തെ പ്ലാനുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ടെലികോം കമ്പനിയുടെ കൊള്ളയെക്കുറിച്ച് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി MP രാഘവാണ് ലോക്സഭയിൽ ഇതിനായി ഇടപെടലുകൾ നടത്തിയത്.